കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു. ഗർഭഫലം ഉണ്ടായത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിതമായി. പുരുഷന്റെ ഇഷ്ടത്താലല്ല, മനുഷ്യന്റെ ഇഷ്ടത്താലല്ല, പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിതമായി. ആ യേശു തന്നെയും 30-ാമത്തെ വയസ്സിൽ യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ പോകുന്നു. എനിക്ക് സ്നാനം വേണമെന്ന് പറയുന്നു. ഞാൻ നിനക്ക് സ്നാനം തരുവാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് സ്നാനം കൊടുക്കുന്നവൻ പറയുന്നു. യോഹന്നാൻ അങ്ങനെ പറഞ്ഞപ്പോൾ യേശു പറയുകയാണ്, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്കുചിതം തന്നെ. അപ്പോൾ ദൈവപുത്രൻ നീതി നിവർത്തിക്കുന്നവനാണ്. ദൈവപുത്രന്റെ ജീവിതത്തിൽ എന്തുണ്ട്? നീതിയുണ്ട്. വിശ്വസിച്ച് സ്നാനമെടുക്കുന്നത് തന്നെയും എന്താണ്? ഒരു നീതിയാണ്. ഇന്ന് കർത്താവിന്റെ നാമത്തിൽ നമ്മൾ കൂടി വന്നിരിക്കുന്നത് എന്താണ്? ഒരു നീതിയാണ്. കർത്താവിന്റെ നാമത്തിൽ നമ്മുടെ നന്മകളുടെ ഒരു അംശം സമർപ്പിക്കുന്നത് എന്താണ്? ഒരു നീതിയാണ്. നമ്മുടെ സമയങ്ങളെ മാറ്റിവെച്ചിരിക്കുന്നത് ഒരു നീതിയാണ്. കർത്താവിനെ ദൈവമക്കൾ ഒന്നായി ചേർന്ന് സ്തുതിക്കുന്നത് ഒരു നീതിയാണ്. കേട്ട വചനങ്ങൾ ഏറ്റെടുക്കുന്നത് ഒരു നീതിയാണ്.